പോകട്ടെ. ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുലുക്കി കളി. റോഡായ റോഡിൽ പച്ചപ്പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്കും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്തും പറയാലോ, ജനം സ്വീകരിക്കണ്ടേ? 25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചുറ്റിച്ചു. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമീ സംഘടനകൾ ഉണ്ടായിരുന്നു. ഒരു വാക്ക് മിണ്ടിയില്ല. നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു. എന്നാൽ അവർ പുറകോട്ട് പോയില്ല. ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല. ആരെ പേരിൽ? ഒരു പലസ്തീന അതുകൊണ്ടല്ല കാര്യമുണ്ട്. കാര്യം ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണ്. പലസ്തീന വിവരമുണ്ടല്ലോ. പലസ്തീനിൽ അങ്ങനത്തെ ഒരു ചന്തി കുലുക്കി സമ്മേളനം നടന്നിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇവര് ഈ പെണ്ണു ആണു എന്താണ് ഈ 2 ദിവസങ്ങളിലൊക്കെ നടന്നത്? എന്തുകൊണ്ട്? നേതാക്കന്മാര് വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? എന്ത് പറഞ്ഞു? ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല, എല്ലാ കുടുംബങ്ങളും സംഭവിച്ചു. പ്രത്യേകിച്ച് മലബാർ കഴിഞ്ഞ 2, 3, 4 പതിറ്റാണ്ട് കാലം മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. കോണിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ എതിരല്ല, ഞാൻ കോണിക്ക് വോട്ട് ചെയ്തതിന്റെ അടയാളം. പക്ഷെ കല്യാണത്തിന്റെ മാനദണ്ഡം കോണിക്ക് വോട്ട് ചെയ്യലല്ല. നമ്മൾക്ക് പയച്ചു, നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു. എന്റെ കാരണം നമ്മളിൽ നമുക്ക് സുന്നത്യമായിട്ടൊരു വിഷയമില്ല. സുന്നത്യമായിട്ട് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രം മാറി. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലീഗുകാരനാണ്, കോണിക്ക് വോട്ട് ചെയ്താണ്. ഇത് കോണിക്ക് വോട്ട് അടയാളാണത്. വല്ലാഹിൽ അലീം റബ്ബാണ്. ഞാൻ കോണിക്ക് വോട്ട് ചെയ്ത അടയാളങ്ങളാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ കൂടുതലാണ്. പിന്നെ വിമർശിക്കണം. എന്തുകൊണ്ടാണ് വിമർശിക്കും? അത് സ്വോദ്ദേശപരമായ വിമർശനമാണ്. ഇത് തകരാൻ വേണ്ടിയല്ല. തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല. തകരാനുള്ള വിമർശനം വേറെയാണ്. ഞാനിത് വിമർശിക്കുന്നത് എന്താ? എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തകളെ മേത്തുള്ളമേ എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കണം. ഞാനിവിടെ എന്നുണ്ടാവില്ലോ. ഇവിടെ ഉലമാക്കളല്ലേ സംഘടന, അത് നന്നായി പോകണം. സയ്യിദന്മാർ നന്നായി പോകണം. അപ്പൊ എന്റെ കുട്ടികളെ അവരെ ഏൽപ്പിക്കാം. എന്റെ വാപ്പ അങ്ങനെ എന്നെ പഠിപ്പിച്ചു. വാപ്പാക്ക് സന്തോഷമായി മരിച്ചു. ഓനെ അതറിഞ്ഞ് പേക്കൂല എന്ന് സന്തോഷിച്ച് മരിച്ചതാണ്. എന്തുകൊണ്ട് റൂട്ട് ക്ലിയറാക്കി? എന്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടില്ല, ഒക്കെ ചെറിയ മക്കളാണ്. അപ്പൊ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത ഇതിനെ സംരക്ഷിക്കണം. സമസ്തയാണ് നിലനിൽക്കണം. നമ്മളെ സാദാത്തുക്കൾ അത് ഏത് കബീലയാണെങ്കിലും, അത് ഷിഹാബി കബീലയായാലും ജിഫിരി കബീലയായാലും ഇനി ബുഖാരി കബീലയായാലും സുഹ്റവർദി കബീലയായാലും ആലവി കബീലയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ മഹാന്മാരായ നേതാക്കളാണ്. ഇതൊക്കെ ചെയ്താലും അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത് മനസ്സിലായിട്ടാണ്. മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്ന് ഈ വിശദീകരണം ചെയ്യേണ്ടി വന്നത്.